ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതിൻ്റെ രാഷ്ട്രീയം അതാണ്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു തൽക്കാലം ഇറാൻ വിഷയത്തെയാണ് പരാമർശിക്കുന്നതെങ്കിലും അത് പാകിസ്ഥാനുമായി എങ്ങനെ ബാധിക്കുമെന്ന വളരെ ശ്രദ്ധേയമായൊരു നീക്കം കൂടി അതിന് പിന്നിലുണ്ട്. പ്രത്യേകിച്ച് ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തെ പോലും അടിസ്ഥാനപരമായി അനുയോജിക്കുന്ന രാജ്യമല്ല പാകിസ്ഥാൻ. അപ്പോൾ ഇരു രാജ്യങ്ങൾക്കിടയിലും നയതന്ത്ര ബന്ധങ്ങളില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ ഭീകരവാദ രാഷ്ട്രങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്, ആശങ്കപ്പെടുന്നത് പാകിസ്ഥാനിന്മേൽ കൂടിയാണോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും അതിൻ്റെ രാഷ്ട്രീയം വരും ദിവസങ്ങളിലും ഏറെ ശ്രദ്ധേയമായി മാറുകയുമാണ്. ഇതിനിടയിൽ ഖമനേയുടെ വധത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. മരണസംഖ്യ 22ആയി. 200-ലധികം പേർക്ക് പരിക്കേറ്റ് കഴിഞ്ഞു. ഖമനേയുടെ ചിത്രങ്ങളുമായി ഇറങ്ങിയ ജനക്കൂട്ടം UN ഓഫീസുകൾ ആക്രമിച്ചു. ലാഹോർ ഉൾപ്പെടെ പല നഗരങ്ങളും സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. കറാച്ചിയിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ US കോൺസുലേറ്റിനെതിരെ ആക്രമണം നടത്തിയവർക്കെതിരെ കോൺസുലേറ്റിനുള്ളിലുണ്ടായിരുന്ന സുരക്ഷാ ഭടന്മാർ വെടിയുതിർത്തിരുന്നു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നൽകുന്ന വിവരമനുസരിച്ച് 22 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 32 മരണമെന്ന് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. കറാച്ചി വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. വിഷയത്തിൽ പോലീസിനോട് സർക്കാർ റിപ്പോർട്ട് തേടിയിരുന്നു. US കോൺസുലേറ്റിലേക്ക് ബാരിക്കേഡുകൾ തകർത്ത് കയറിയ പ്രതിഷേധക്കാർ ജനാലകൾ അടിച്ചു തകർക്കുകയും കല്ലേറ് നടത്തുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമാണ്. അജയ് തുടരുന്നുണ്ട്. അജയും അസാധാരണമായ സാഹചര്യങ്ങളായിരിക്കും. ഒരുപക്ഷേ ഇറാനുമേൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സൈനിക നീക്കത്തിൽ ഏറ്റവും ശക്തമായ പ്രകടനമുണ്ടാകുന്ന രാജ്യങ്ങളൊന്നായി പാകിസ്ഥാൻ മാറുകയാണ്. അവിടെയാണ് നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ കാര്യവുമായി നമുക്ക് കൂട്ടിവെക്കേണ്ടി വരുന്നത്. എന്താണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ അവസ്ഥ? ഒപ്പം തന്നെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും തൽക്കാലം നിർത്തിവെക്കുന്നു എന്ന് US എംബസിയുടെ കൂടി വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഈ ഒരു സംഘർഷത്തിൽ ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇതിനു മുൻപേ ഇറാന്റെയും അതുപോലെ തന്നെ ലെബനന്റെയും ഇടപെടലെല്ലാം നമ്മൾ ഊഹിച്ചതാണ്. അവിടങ്ങളിൽ നിന്നെല്ലാം ഒരു പ്രതിഷേധ സ്വരം അല്ലെങ്കിൽ ഒരു എതിർപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം വരുമെന്ന് നമ്മൾ നേരത്തെ ഊഹിച്ച കാര്യമാണ്. പക്ഷെ പാകിസ്ഥാനിൽ നിന്ന് ഇത്ര വലിയൊരു അവിടെ പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാകും എന്ന് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാം. ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ ശ്രീനഗറിൽ വരെ പ്രതിഷേധ റാലികൾ നടന്നിരുന്നു. പക്ഷേ ഇതെല്ലാം സമാധാനപരമായിരുന്നു. പക്ഷേ പാകിസ്ഥാനിൽ ഇത്ര ക്രമസമാധാനത്തെ വരെ ബാധിക്കുന്ന രീതിയിൽ ഇത്ര വലിയൊരു സംഘർഷം അവിടെ രൂപീകൃതമാകുമെന്ന് ആരും വിചാരിച്ചില്ല. പാകിസ്ഥാനിലുള്ള ഷിയ മുസ്ലിംസിന്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 മുതൽ 15% വരെ മാത്രമേ അവിടെ ഷിയ മുസ്ലിംസ് ഉള്ളൂ. സുന്നി വിഭാഗം മുസ്ലിംസ് ആണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഇത് 80 മുതൽ 85% വരെ ഷിയ മുസ്ലിം വിഭാഗക്കാർ പാകിസ്ഥാനിലുണ്ട്. വെറും 10% മാത്രമേ ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ അവിടെ ഉള്ളൂ. അപ്പോൾ ഇവരാണ് സംഘടിച്ചുകൊണ്ട് ഈ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്നലെ രാവിലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കറാച്ചി നഗരത്തിലുള്ള പല മേഖലകളിലും അവർ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു, പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിനെ തടയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പല റോഡുകളും, പല പ്രധാനപ്പെട്ട കറാച്ചി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും തിരക്കേറിയ ഒരു നഗരമാണ്, ഒരു വ്യവസായ മേഖലയാണ്. അപ്പോൾ അവിടെയുള്ള പല റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്ത് അവിടെ പാകിസ്ഥാൻ സർക്കാർ ഈ ജനക്കൂട്ടത്തെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഇതിനെ എല്ലാം വെട്ടിച്ചുകൊണ്ട് ഈ ജനക്കൂട്ടം അവിടെ ഉള്ള അവിടെ കറാച്ചിയിലുള്ള അമേരിക്കൻ എംബസിയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഇങ്ങനെ പാഞ്ഞു കയറിയ ജനക്കൂട്ടത്തെ തടഞ്ഞു നിർത്താൻ അവിടെയുള്ള പോലീസ് സന്നാഹത്തിന് കഴിഞ്ഞില്ല. ഇത് അവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ കൂടി വലിയൊരു വീഴ്ചയാണ്. പിന്നീട് ജനക്കൂട്ടം ഈ US എംബസിക്കകത്ത് കടന്നു കയറുകയും അവിടെ കെട്ടിടത്തിന് സാരമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ആളുകൾ കമ്പുകളും വടികളും ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ഗ്ലാസ് ചില്ലുകൾ തകർത്തു, വാതിലുകൾ തകർത്തു. അതുപോലെ തന്നെ അതിനുശേഷം ഈ ജനാലകൾ ഭേദിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ചില പ്രവർത്തകർ കയറി ഇവർ ആ കെട്ടിടത്തിന് തീയിടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു, ഇവരെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇവരിൽ പലരും പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയതോടെയാണ് പോലീസിന് ഈ അക്രമകാരികൾക്ക് നേരെ വെടിയുതിർക്കേണ്ടി വന്നത്. ഈ വെടിയുതിർത്തതിൽ 10 പേരാണ് കറാച്ചിയിൽ മാത്രം മരിച്ചത്. 30-ലധികം പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഇത് കറാച്ചിയിലെ മാത്രം കാര്യമാണ്. മറ്റ് നഗരങ്ങളിലും ഈ സംഘർഷം അതിരൂക്ഷം തന്നെയായിരുന്നു. ഗിൽജിത് ബാലിസ്ഥാനിലും സംഘർഷം രൂക്ഷമായിരുന്നു. ഇസ്ലാമാബാദിലും സമാനമായിട്ടുള്ള രീതിയിലെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഗിൽജിത് ബാലിസ്ഥാനിൽ 10 പേരാണ് കറാച്ചിക്ക് സമാനമായിട്ട് അവിടെ നടന്ന വെടിവയ്പ്പിലും പോലീസ് വെടിവയ്പ്പിലും കൊല്ലപ്പെട്ടത്. ഇസ്ലാമാബാദിലുള്ള പ്രതിഷേധത്തിൽ, അതായത്
അതായത് പാകിസ്ഥാന്റെ തലസ്ഥാനമാണ്. അവിടെയുള്ള പ്രതിഷേധത്തിൽ 2 ഉദ്യോഗസ്ഥർ കൂടി മരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ US കോൺസുലേറ്റിനും US എംബസിക്കും നേരെ മാത്രമായിരുന്നില്ല പ്രതിഷേധം, UN ആസ്ഥാനത്തിന് നേരെ വരെ പാകിസ്ഥാനിൽ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ഈ അക്രമ സംഭവങ്ങളും നടന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇത് പാകിസ്ഥാന് ലോകത്തിന് മുന്നിലുള്ള അവരുടെ ഒരു ഇമേജ് നശിപ്പിക്കുന്ന, അവർക്ക് വലിയൊരു ചീത്തപ്പേര് വരുന്ന കാര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും US ഇപ്പോൾ നിലവിൽ അവിടെയുള്ള എംബസികളുടെയും മറ്റ് കോൺസുലേറ്റുകളുടെയും എല്ലാം പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു സംഘർഷം തന്നെയാണ് ഉണ്ടായത്. ഈ ഒരു അവിടെയുള്ള പോപ്പുലേഷനിൽ ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ഷിയ മുസ്ലിംസിന് ഇത്ര വലിയൊരു പ്രതിഷേധം നടത്തി ഇത്ര വലിയൊരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് വരെ ഇതിനെ കൊണ്ട് എത്തിക്കാൻ സാധിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ലോകത്ത് തന്നെ ആരും ഇത്തരമൊരു വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ പാകിസ്ഥാനിൽ ഇത്തരമൊരു വലിയ അനിഷ്ട സംഭവം നടന്നു. അത് യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാനിലെ അനിഷ്ട സംഭവങ്ങൾ അതാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേൽ അമേരിക്ക സൈനിക നീക്കത്തിന്റെ ഏറ്റവും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊന്നായി പാകിസ്ഥാൻ മാറുകയാണ്. US എംബസിക്ക് നേരെയാണ് അവിടെ ആക്രമണം നടന്നത്. പോലീസ് ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് അവിടേക്ക് വന്നു. അതോടുകൂടി ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുന്നു എന്ന് US എംബസിയുടെ അറിയിപ്പും അല്പസമയം മുമ്പ് എത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.